സുഭാഷിതങ്ങൾ 16:3 സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നിന്റെ പ്രവൃത്തികൾ കർത്താവിനെ ഭരമേൽപ്പിക്കുക, നിന്റെ പദ്ധതികൾ സഫലമാകും. എന്താണിതിനർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പലതരം പദ്ധതികൾ തയ്യാറാക്കുന്നവരാണ്. നമ്മുടെ പഠനം, ജോലി, കുടുംബം, ഭാവി എന്നിങ്ങനെ പലതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട്. അതിനുവേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ പരിശ്രമങ്ങൾക്കൊപ്പം വലിയൊരു ഭാരവും നമ്മൾ കൊണ്ടുനടക്കുന്നു. അത് ആകുലതയുടെയും ഭയത്തിന്റെയും ഭാരമാണ്. ഞാൻ വിചാരിച്ചതുപോലെ നടക്കുമോ, ഞാൻ പരാജയപ്പെടുമോ എന്ന ചിന്ത നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് ഈ തിരുവചനം പ്രസക്തമാകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മുടെ കഴിവിന്റെ പരമാവധി സത്യസന്ധമായും ആത്മാർത്ഥമായും നമ്മൾ അധ്വാനിക്കുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുക. അതിനുശേഷം അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും പൂർണ്ണമായി ദൈവത്തെ ഏൽപ്പിക്കുക. കർത്താവേ, എന്റെ ഭാഗം ഞാൻ ചെയ്തിരിക്കുന്നു, ഇതിന്റെ ഫലം അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്നു പ്രാർത്ഥിക്കുന്നതാണ് പ്രവൃത്തികളെ ഭരമേൽപ്പിക്കൽ. അപ്പോൾ വചനം നമുക്കൊരു വാഗ്ദാനം നൽകുന്നു: നിന്റെ പദ്ധതികൾ സഫലമാകും. ഇതിനർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ അക്ഷരം പ്രതി എല്ലാം നടന്നുകൊള്ളണം എന്നല്ല. മറിച്ച് നമ്മുടെ പദ്ധതികളെ ദൈവം ഏറ്റെടുക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും നമുക്ക് ഏറ്റവും ഉചിതമായ, ഏറ്റവും നന്മയായ ഒരു വിജയത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും എന്നതാണ്. ചിലപ്പോൾ അത് നമ്മൾ ചിന്തിച്ചതിനേക്കാൾ മനോഹരമായ ഒരു വിജയമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കാരംഭിക്കാം. ആകുലപ്പെടാതെ അധ്വാനിക്കാം. അപ്പോൾ ദൈവം നമ്മുടെ വഴികളെ അനുഗ്രഹിക്കുകയും നമ്മുടെ പദ്ധതികളെ